കാസർഗോഡ് ബേക്കലിൽ പോലീസുകാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം സ്വദേശി മനു ആണ് പ്രതി. വർക്കലയിലും എറണാകുളത്തും പ്രതിക്ക് സമാന കേസുകളുണ്ട്. ബേക്കലിലെ ജ്വല്ലറിയിൽ നിന്ന് 2.60 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പോലീസ്. ആര്യ, പോലീസുകാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബേക്കലിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള മനു ആണ് ആ പ്രതി. ഇയാൾ നേരത്തെയും സമാനമായിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. വർക്കലയിലും എറണാകുളത്തും ഇത്തരത്തിൽ പോലീസ് ചമഞ്ഞ് ഈ ജ്വല്ലറികളിലെത്തി സ്വർണം തട്ടിയെടുത്ത കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഒരു സ്ഥലത്തെത്തി അവിടുത്തെ പോലീസുകാരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഇത്തരമൊരു തട്ടിപ്പ് നടപ്പിലാക്കും. അതിനുശേഷം അവിടെ നിന്ന് മുങ്ങി മറ്റൊരിടത്തേക്ക് തട്ടിപ്പിനായി പോകുന്ന ഒരു രീതിയാണ് ഈ പ്രതിയുടേതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ബേക്കൽ പോലീസ് എന്തായാലും നടത്തി വരുന്നത്. ഇയാൾ ഗോവയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ജ്വല്ലറിയിൽ നിന്ന് 2,60,000 രൂപ വില വരുന്ന സ്വർണമാണ് ഇയാൾ പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിയെടുത്തത്. അതെ, അതാണ് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.